കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 16-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ദോഷം അകറ്റി നടക്കുന്നത് നേരുള്ളവരുടെ പെരുവഴി, തൻ്റെ വഴി സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കാത്തുകൊള്ളുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത ഈ പ്രഭാതത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ ഈ വാക്യങ്ങൾക്കകത്തുണ്ട്. ഒന്ന്, ദോഷമകറ്റി നടക്കുക. രണ്ട്, നമ്മുടെ വഴിയെ സൂക്ഷിക്കുക. നമ്മുടെ വിശ്വാസ ജീവിതത്തിലാകട്ടെ ഭൗതിക ജീവിതത്തിലാകട്ടെ തകർച്ചകൾ വരുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മുടെ വഴിയിലാണ്, അല്ലേ? നമ്മുടെ വഴിയിലാണ് ഈ തകർച്ചകളെല്ലാം നിൽക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മുടെ വഴി നമ്മൾ സൂക്ഷിച്ച് നോക്കിയേ ഒക്കത്തുള്ളൂ. നഹൂം പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്: സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, നിൻ്റെ വഴി നീ സൂക്ഷിച്ച് നോക്കണം എന്ന് പറയുന്നൊരു ഭാഗത്തെ നമുക്ക് കാണാൻ കഴിയും. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പലരുടെയും ജീവിതയാത്രയിൽ, പ്രത്യേകിച്ച് വിശ്വാസ ജീവിതയാത്രയിൽ തകർന്നു പോയത് അവരുടെ വഴിയിൽ വെച്ചാണ്, ഇല്ലെങ്കിൽ അവർ തിരഞ്ഞെടുത്ത വഴിയാണ്, അല്ലേ? ബിലയാം എന്നോട് ദൈവം പോകരുതെന്ന് പറഞ്ഞു, പക്ഷേ പോകരുതെന്ന് പറഞ്ഞ വഴിയിൽ പോയതാണ് ബിലയാമിൻ്റെ ആത്മീക നാശത്തിന് കാരണമായതല്ലേ? അങ്ങനെയെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, പ്രിയപ്പെട്ടവരെ, നമ്മളെ വഴി എന്നത് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതല്ല, അത് ദൈവത്താൽ തിരഞ്ഞെടുക്കേണ്ട വഴിയാണ്. നമ്മൾ ചില വഴികൾ തിരഞ്ഞെടുക്കുന്നത് അത് നമ്മുടെ ആത്മീക അധപ്പതനത്തിന്, ഭൗതിക ജീവിതം തകരുന്നതിനും അത് കാരണമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നിശ്ചയമായിട്ട് ആ വഴിയിൽ നിന്നും മാറി ദൈവം നമ്മളെ ഏത് വഴിയിലാണോ നടത്താൻ ആഗ്രഹിക്കുന്നത് ആ വഴിയിൽ നമ്മൾ പോകേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യം. അങ്ങനെ എന്നാൽ ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ ശക്തനാണ്. 1-ാം സങ്കീർത്തനം നമുക്ക് ഏവർക്കും പരിചിതമാണ്, അല്ലേ? എന്തുവാ വാക്യം? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ. അപ്പം നടക്കരുത്, ഇരിക്കരുത്, നിൽക്കരുത്. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ച്. ഇത് 3 വഴിയല്ലയോ? ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഈ വിധ ദോഷങ്ങളിൽ നിന്ന് നമ്മൾ അകറ്റി നമ്മളെ വഴിയെ നമ്മൾ ശ്രദ്ധിച്ചു പോയാൽ നമ്മുടെ പ്രാണനെ നമുക്ക് കാക്കുവാൻ തക്കവണ്ണം ഇടയാം. പലപ്പോഴും പ്രാണൻ പകുതിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം നമ്മുടെ വഴി നേരെയല്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വഴികൾ തിരഞ്ഞെടുക്കുമ്പോൾ, ബന്ധങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് ശ്രദ്ധയോടെ മനസ്സിലാക്കിയാൽ, ശ്രദ്ധയോടെ നമ്മളത് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാൻ ഒരുക്കപ്പെട്ടാൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിനകത്ത് നിശ്ചയമായി ദൈവം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ശക്തനാണ്. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ അരുതാത്ത വഴികൾ, ദൈവത്തിന് ഹിതമില്ലാത്ത വഴികളിൽ നീ യാത്ര ചെയ്യുന്നെങ്കിൽ അതിനകത്തു നിന്ന് പുറത്തു വരുവാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ദൈവത്തിന് ഹിതമുള്ള വഴിയിൽ നടക്കുവാൻ, അവിടുത്തെ ആത്മാവിന് ഇഷ്ടമുള്ള വഴിയിൽ നടക്കുവാൻ അവിടെ ഞങ്ങൾക്ക് കൃപ നൽകിയാലും സമസ്ത മേഖലകളെയും ഏൽപ്പിക്കുന്നു. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.